അപ്പോൾ നമ്മുടെ 400 രൂപ ഫുഡ് റെഡിയായിരുന്നു. ഇതാ 2 ഇഡലി, ചെറിയ സ്മോൾ ഇഡലി. വടയാണ് ഏറ്റവും രസം. എന്താ എനിക്ക് തോന്നുന്നത് ഇത്രയും ചെറിയ വട ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ എന്താണ് 2 തരത്തിലുള്ള നമ്മുടെ ചമ്മന്തി, പിന്നെ നമ്മുടെ സാമ്പാർ. ശരി, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടില്ല, അത് ഞാൻ പറയുന്നില്ല. പക്ഷേ എയർപോർട്ടിലായതുകൊണ്ട് ഈ റേറ്റ് നമുക്ക് എന്താണ് പറയുന്നത്, നമുക്ക് പുറത്തേക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം എയർപോർട്ടിലെ എല്ലാ സാധനങ്ങൾക്കും ഇതുപോലെ റേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് വിശക്കുമ്പോൾ നമ്മൾ മേടിച്ച് കഴിക്കാൻ നിർവാഹമുള്ളൂ. നോ അതർ ഓപ്ഷൻ. സോ ട്രൈ. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടുത്തെ വടക്കൊക്കെ സെയിം ടേസ്റ്റ് തന്നെയാണ്, വ്യത്യാസം എനിക്ക് തോന്നിയില്ല. പക്ഷേ ഈ ചട്നി എല്ലാത്തിനും നല്ല വ്യത്യാസം ടേസ്റ്റാണ്. നമ്മുടെ ഇവിടുത്തെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിലും അതുപോലെ ഈ ഒരു സാമ്പാർ ഓക്കെ നമ്മളൊരു കോഫിയും കൂടി ഓർഡർ ചെയ്ത് അതുകൂടി എടുക്കാൻ വേണ്ടി പോകണം. റെഡിയാകുമ്പോൾ അവർ പറയും അവിടെ പോയി എടുക്കുക, ഇവിടെ വന്നാൽ കഴിക്കുക. സോ സെൽഫ് സർവീസ് എന്നത് തന്നെ. അപ്പം ഞാൻ പറഞ്ഞു വന്നു സാമ്പാറും. സോ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുമ്പോൾ ഈ സാമ്പാറിൻ്റെ ടേസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു എന്താണ് ചമ്മന്തിയുടെ ടേസ്റ്റ്, സോ ഇതൊക്കെയാണ് നല്ല എന്നെ ഇത് കഴിക്കാൻ പ്രേരിപ്പിച്ചെന്ന് വേണേൽ പറയാം. അപ്പം അതൊരു പ്രത്യേകതയാണ്. ബാക്കി കണക്കാണ്. ഇഡലി ഞാൻ ഇതുവരെയും കഴിച്ചില്ല. വടയൊക്കെ വെറും പദമാണ്. ഇത്രയും രൂപ മേടിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരല്പം കൂടി വലിപ്പം ഈ വടയ്ക്ക് വെക്കായിരുന്നു. ഇനിയിപ്പോൾ ഇഡലി കഴിച്ചു നോക്കാം. പക്ഷേ ഇഡലി ആസ് യൂഷ്വൽ നോർമൽ. അപ്പോൾ ഇതിൽ നമ്മുടെ എന്താണ് 400 രൂപയുടെ ഫുഡ് കൊള്ളാം. കാരണം ഇതൊക്കെ കിട്ടാൻ നിർവാഹമുള്ളൂ. ഇതുകൊണ്ടൊക്കെ തൃപ്തിപ്പെടുക, അതുകൊണ്ട് നമുക്കും ചെയ്യാനുള്ളൂ. സത്യം പറഞ്ഞാൽ ഞാനും ഈ സാമ്പാറിൻ്റെ ടേസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു സ്മെല്ല് അതുകൊണ്ടുകൊണ്ട്